അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈദ് മുബാറക് ഇട്ട എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നമ്മൾ നേരാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല, നമ്മൾ കുറച്ച് തിരക്കിലായി പോയി അല്ലേ? ഇവിടെ എല്ലാ വർഷത്തെയും പോലെ എല്ലാ പെരുന്നാൾക്കും വരുന്ന 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 10 അല്ല കുറേ ഗസ്റ്റുകൾ നമ്മൾ വരുന്നതായിരിക്കും. കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ അല്ലേ ന്യൂർഷാ വന്നിരിക്കും. ന്യൂർഷാ ഈദ് മുബാറക് പറയും. ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക്. നമ്മളെ സമാൻ ഡ്രസ്സ് മാറി വന്നിട്ടാ. സമാൻ കന്തൂറയിലൊക്കെ തന്നെ സുന്ദരനായിട്ട് വരുന്നുണ്ട്. അപ്പം തിരിച്ചു കാണിച്ചു തരട്ടാ. നാട്ടിൽ ഈദ് മുബാറക് കൂടിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഏകദേശം ഒരു 16 വർഷമായിട്ടുണ്ടാവും അല്ല? നമ്മളെ സമാൻ എവിടെ? സമാനെ കാണില്ലല്ലോ. സമാൻ സമാൻ കമാൻ പുറത്തുകൂടെ വാ. ഇവാടാ കാണില്ല. ആശിർ ഇപ്പൊ കുളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞല്ലേ? ഞാൻ വിളിച്ചോക്കട്ടെ. എടാ ഈദ് മുബാറക് ഈദ് മുബാറക്. അപ്പൊ എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? ഇത് ഡ്രസ്സല്ലേ? സംഭവം നൈസ് അയക്കണ്ട. ഓടി ഇറങ്ങി പുതിയാപ്പിള ഇറങ്ങാം. നമ്മളെ പുതിയാപ്പിളാണ് ഈ വരണേട്ടാ. സമാൻ പുതിയാപ്പിള. സമാൻ ഇത് മുബാറക് പറഞ്ഞോ? എല്ലാവരോടും പറ ഇത് മുബാറക് പറയടൂ. ഇത് മുബാറക് പറയ സമാൻ. സമാൻ വളരണ ഒന്നും പറയുന്നില്ല സമാൻ. ഇപ്പൊ നീച്ച ടെൻഷനില്ലട്ടാ അല്ലേ? ഓനെ ഉറക്കത്തിന് നീപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കണ്ടില്ല മുടിയൊക്കെ നിൽക്കണ്ടില്ല, കോല് പോലെ നിൽക്കുന്നു. തുടങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു. സമാനെ ഓർഡർ നിസ്കാരം തുടങ്ങിയിരിക്കുന്നു. ഇപ്പം എന്താണ് നേരം വൈകിക്കണം കേട്ടോ വരാൻ. എല്ലാവരും ഓടി വരുന്നു. ആശിർ ഓടുന്നിട്ട. നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടാ. ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക്. സമാനെ പോണാണ്ടില്ലേ? കന്തൂറയിൽ സുന്ദരനായിരിക്കുന്നു സമാൻ. ആശിർ ഈദ് മുബാറക്. ഫസ്റ്റ് പെരുന്നാൾ നിസ്കാരം കേട്ടോ. അപ്പൊ നിസ്കരിച്ചത് അല്ലേ സമ്മാനെ? അല്ലേ ഫസ്റ്റ് അല്ലേ നമ്മളെ? അല്ല അവിടുന്നല്ല, ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആദ്യമായിട്ടാ. എല്ലാ വർഷവും നമ്മൾ ഈദിന് നമ്മൾ നേരത്തെ പള്ളിയിലെത്തും. ഞാനും മാസ്റ്ററും കൂടെയാണ് പള്ളിയിൽ പോയി. നൂർഷാദും ഉണ്ടാവും. ഞങ്ങൾ 3 കൂടെ നേരത്തെ പള്ളിയിൽ പോകുന്നതാണ്. ഈ വർഷം കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു അല്ലേ? നമ്മൾ കുറച്ച് ലേറ്റ് ആയിരിക്കുന്നു. ഇത് ഇർഫാന്റെ കമ്പനിക്കാരനാണ്. എങ്ങനെ നേരത്തെ ഇറങ്ങാൻ പറ്റില്ല. ഇവൻ ആണ് നേരത്തെ വരവ്. ഇവ നേരം വെക്കിയിരിക്കുന്നു. ജമാനെ കയറിക്കണ്ട വണ്ടിമേ ഇല്ല. കുറച്ച് വണ്ടികളാണ് ഈദ് നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പോലെ പോലെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നല്ല ഫീലല്ലേ? പക്ഷെ കുറച്ചും കൂടെ നേരത്തെ വരണ്ടേ നമ്മൾ. അതായിപ്പോയി. എല്ലാ വർഷവും ഉള്ളതാണ്. മുന്നേ 16 വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴും അങ്ങനെ തന്നെ, ഒരു മാറ്റവും ഇല്ല ഇതിൽ. നമ്മൾ വഹാബാക്കട്ട അതാണ്ടില്ലേ? വഹാബിനാണ്ടില്ലേ? അതാ നോക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട്ടുകാരെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട്. കുറച്ച് അവിടെ ഇരിക്കണ്ടാണ്. അവിടെ ചളി ഉണ്ടാവും. ഇതാണ് വഹാബാക്ക സൈക്കിൾമേ. നമ്മളെ എളാപ്പ ഈദ് മുബാറക് നമ്മോട് പറയുന്നു വിചാരിക്കുന്നു. ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക്. ഇബ്രാഖാന്റെ പഴയകാല സുഹൃത്തുക്കളാട്ടോ. അപ്പൊ വരുന്നുണ്ട് ഈദ് മുബാറക്. എല്ലാ വർഷവും നമ്മളെ നിസ്കാരം പരിപാടികളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒത്തുകൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഈ പള്ളിൻ്റെ ഫ്രണ്ടിലാട്ടോ. അടില്ല, ഈ പള്ളിൻ്റെ മുമ്പിലായിരിക്കും നമ്മൾ ഒത്തുകൂടുക. അടില്ല, ഫുൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. ഞാൻ എടുത്തെടുക്കണ. സമാൻ കയറില്ലേ? കയറണ്ട, നമുക്ക് പേടിയാണ്. ഏത് വീഡിയോ എടുക്കണ്ടേ? റീൽസ് ഇടാനാണ്. ഓക്കെ സമീറാക്ക ഈദ് മുബാറക്. നമ്മളെ B3 മേലെ അതൊക്കെ പകർക്കുന്നു. ആ വണ്ടിയൊക്കെ മെയിൻ ഫോട്ടോ എടുക്കുന്ന ചടങ്ങി കിടക്കാൻ വേണ്ടി പോട്ടാ. അതിനുള്ള മെയിൻ ആളിവിടെ എത്തിയിരിക്കുന്നു. സോലെ ഈദ് മുബാറക് മാൻ. ഈദ് മുബാറക് ഈദ് മുബാറക് ഈദ് മുബാറക്. നമ്മളെ ജിമ്മിന്റെ മാസ്റ്റർ സോലിയാണ് വന്നിരിക്കുന്നത്. ഹലോ ഈദ് മുബാറക്. ഈദ് മുബാറക് താഴെ വെച്ച് എന്താണ് കണ്ട? ഇപ്പച്ചി എന്റെ വീഡിയോ നമ്മളെ കാണാനാണ്. ഇപ്പച്ചിനോട് ഇതിൽ കൂടെ പറയും ഈദ് മുബാറക് എന്ന് പറയും. ഇപ്പച്ചി എന്ന് പറയും. ഓക്കെ സെറ്റ്.
പോലല്ലോ മാൻ ഒന്ന് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് ഷർട്ടിലൊക്കെ വേണ്ട അല്ലേ അടാ നമ്മൾ അടുത്ത പുതിയാപ്പിളാണ് ഈ പോകുന്നത്. ഈദ് മുബാറക്, ഈദ് മുബാറക് പുതിയാപ്പിള. ആയിട്ടില്ല ഒരു മിനിറ്റ്. ഓക്കെ നമ്മളടുത്ത പുതിയാപ്പിളാണ് ഈ വന്നിട്ടുള്ളത്. ഈദ് മുബാറക്, ഈദ് മുബാറക്. വെൽക്കം ഹബീബി. തിരിക്കട്ടെ. മൂന്നെണ്ണം വേണല്ലേ? അതാണ് അതിന്റെ ചടങ്ങ് തോന്നല്ലേ? ഓക്കെ ഒരു മൂന്ന് എങ്ങനെ പോണു ഇപ്പൊ ഫോട്ടോ ചടങ്ങുണ്ട്. നമ്മളെ വർഷങ്ങളായിട്ട് നമ്മളെ രീതിയാണല്ലോ സോലിയ. എന്താ എനിക്ക് പറയാനുള്ളത്? ഫോട്ടോ എടുക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഇത് നമ്മളെ ഈദ് മുബാറക്, ഈദ് മുബാറക്. സ്ട്രോങ് ആയിരിക്കണോ? ഒരു മണ്ടോദര ഇപ്പുറത്തേക്കാണ് ക്ലാരിറ്റി ഉള്ളത്. ഇവിടെ വന്നിരിക്കുക. ആ അന്നേ വിടൂല. പല ആൾക്കാരും ചോദിക്കലുണ്ട് പിന്നെ സോലി പ്രത്യേക വൈബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റപ്പ് അല്ലേ? പണ്ടത്തെ സോലി അല്ല ഇപ്പൊ മാറ്റം വന്നിരിക്കും. ഒരു സിംഗിൾ ഫോട്ടോ ഞാൻ എടുത്തരും. എൻ്റെ ഒരു സിംഗിൾ എടുത്തരാ. ഈദ് മുബാറക്, ഈദ് മുബാറക്. ഇവിടെ കഴിഞ്ഞ വർഷം കണ്ടതല്ലേ? സോറി, കഴിഞ്ഞ പെരുന്നാൾ കണ്ടത് നമ്മളൊക്കെ കണ്ടതാണ്. ഓക്കെ, ഒരു സിംഗിൾ എടുത്ത് കൊടുക്കട്ടെ. എങ്ങനെയാണ് എന്താ ന്യൂരിഷാ പറഞ്ഞ പ്രതിമ വെക്കണ പോലെ അല്ലേ? ആ ഭാഗത്തേക്ക് പോസ്റ്റ്, ആ ഭാഗത്തേക്ക് എല്ലാവരും അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോ? പൊളിയല്ലേ? മാസ്മരികം. എങ്ങനെ പറയണ്ടേ? മാസ്മരികം. ഞാൻ ന്യൂരിഷാനായിട്ട് എടുത്തു. ന്യൂരിഷാനി V3 വന്നിട്ട് മാത്രം ഫോട്ടോ ഇടാൻ പാടില്ല അല്ലേ? സ്റ്റാൻഡേർഡ് നോക്കുന്ന ആളാണ് അല്ലേ? ശ്രദ്ധിച്ചങ്ങള് ഡബിൾ സ്റ്റാൻഡേർഡ്. ഗൈസ്, നമ്മളെ ഫവാസ് വന്നിരിക്കുന്നു. ഈദ് മുബാറക്. ഈ ചെക്കൻ ഭയങ്കര ബിസിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും എൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈലൊന്ന് കേടൊന്ന് ശരിയാക്കണം പോയിട്ട്. നമ്മൾ പ്രത്യേക ഞാൻ വിട്ടുതരാം അല്ലേ? പ്രീമിയം ക്വാളിറ്റി സർവീസ്. എന്താണ് പ്രീമിയം ക്വാളിറ്റി സർവീസ് ആണെന്നാണ് ഫവാസ് പറഞ്ഞിട്ട്. അതും ലൈവ് ആയിരിക്കും. ചെക്കൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഞാൻ മെൻഷൻ ചെയ്ത. പിന്നെ നമ്മള് വലിയ യൂട്യൂബറാണ് പറയണ പോലെ കേട്ടോ ഈ പറയണത്. അല്ലല്ല, പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെ തറമത്തെ വലിയ യൂട്യൂബർ വേറെ ആർക്കില്ല യൂട്യൂബ് ചാനൽ മാത്രമുള്ള യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണാറൊക്കെ ഒന്ന് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം, ഷെയർ അടിക്കണം, എല്ലാം നിങ്ങൾ ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു ബലിപെരുന്നാൾ ആശംസകൾ വീണ്ടും നേരിട്ടാ. ഒരു വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞത്, ബർത്ത്ഡേ അല്ലത്. ഇത് വീണ്ടും നമ്മള് ഒരു ത്യാഗത്തിന്റെയും സ്മരണത്തിന്റെയും എന്തുണ്ടല്ലോ ഡയലോഗ്. അപ്പൊ അതിൽ നമുക്ക് ഫവാസിന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ഫവാസ് റെഡി അല്ലേ? ഓക്കെ. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഫോട്ടോ എടുക്കൽ ചടങ്ങിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ഷഹീസ വന്നിരിക്കുന്നു. ഷഹീസ കുട്ടി, നെഹീസനെ പിടിച്ച എല്ലാ പ്രാവശ്യം ഞാൻ ഫോട്ടോ എടുക്കൽ നെഹീസനെ എടുത്തും കണ്ടിട്ടാ. ഇത് 2 ഏട്ടന്മാരും 5 നിങ്ങൾ ഷഹീസക്കുട്ടി എന്താ ഒന്നും അതോ കരയണേ ഞാൻ എടുത്തേക്ക് ചെല്ലുമ്പോത്തിന് എടുത്തേക്കണേ. ഇട്ടാ മതി. നമ്മളെല്ലാ വർഷവും നമ്മളെ ഓർമ്മക്കായിട്ട് നമ്മൾ ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഞങ്ങൾ എടുത്ത് വെക്കും. എല്ലാവരും നോക്കും അല്ലേ? എന്നിട്ട് അത് കുറേ വർഷങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതിനാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ചെക്കൻ്റെ കല്യാണം കേട്ടോ, അതിൻ്റെ മധുരമായ ഓർമ്മകൾ. ചെക്കൻ്റെ കല്യാണം ഉണ്ട് ഇപ്പം എടുത്ത്. വിളിക്കണ്ട ആവശ്യമില്ല, ഞാൻ വന്നിരിക്കും. ഓ നമ്മളെ വീട്ടിൽ കല്യാണത്തിന് വന്നിട്ടില്ല, അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരും കല്യാണത്തിന്. നമ്മള് പൊളിക്കും. നമ്മള് സെൽഫി എടുക്കട്ടെ. എൻ്റെ എല്ലാ ഫോട്ടോ ഷെയർ ആക്കി തരും. നായിനൊക്കെ തന്നെ ഫോട്ടോ സെൻഡ് ചെയ്തവർക്കകത്ത് നായി തെണ്ടീനോ കടിക്കടൊക്കെ ചെയ്യണ. നമ്മളെ നവാസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ടോവിനോ തോമസ് ആയിട്ട് പ്രഖ്യാപിച്ച് നമ്മളെ നവാസിനായിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷമായിരുന്നല്ലോ അത്. ഞാൻ കാണിച്ചു തരട്ടോ. ഈദ് മുബാറക്. എന്താ ഉണ്ടാക്കി? ഓക്കെ, ഒന്നും കൂടെ തിരിച്ചു തരണേ. അവിടുന്ന് അതുപോലെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അത്ര പോണ്ട ഇങ്ങോട്ട് വായോ. വായോ. റെഡി. ഓക്കെ, ആക്ഷൻ. ഈദ് മുബാറക് അനസ്. ഈദ് മുബാറക്. മറക്കണ്ട. നമ്മൾ സായിക്കാക്ക് വന്നിരിക്കുന്നു. ഈദ് മുബാറക്. എന്താ പറഞ്ഞേ?
ഈദ് മുബാറക്, ഈദ് മുബാറക്. എടാ മറ്റേതില്ലല്ലേ, അങ്ങനെ കെട്ടിപ്പിടുത്തില്ല, അത് വേണ്ടല്ലേ? അത് വേണ്ട. അനസ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറയും? കൊറേ ആയല്ലോ കണ്ടിട്ട്, ഫുൾ ബിസി ആണല്ലോ. ഇപ്പൊ എവിടാണ്? ഇന്റർവ്യൂ കഴിഞ്ഞ് നിക്കാണ്, പോവാനുള്ള പുറപ്പാടിലാണ്. കാര്യം മാറാട് പോവാണ്, തീരുമാനിച്ചു. അല്ല മാഷാ അല്ലാ. അർഷാദ് വന്നിരിക്കുന്നു. അർഷാദ്, ഇതെന്താ അർഷാദ്? തേന്. ഓക്കെ, ഈദ് മുബാറക്. തേൻ കൊടുക്കണം. അതൊരു ഇത് വെളിച്ചെണ്ണടാ, അത് പവിത്രത്തിന്റെ വെളിച്ചെണ്ണടാ. ഇത് തേനല്ലടാ, അത് ചെങ്ങായി ആളെ പറ്റിക്കാണ്. ഈദായിട്ട് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല കേട്ടോ. നമ്മള് സാധാ പോലെ തന്നെ അല്ലേ, വീട്ടിൽ തന്നെ പോരാ, നിച്ചോട്ടി പോരാ. അപ്പം ഞാനും ഷെഹ്സാൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഷെഹ്സ എവിടെ? ഷെഹ്സ വായോ. ഷെഹ്സൊക്കെ നൂരിക്കും കൂടി ഫോട്ടോ എടുക്കാണ്ടല്ലേ എൻ്റെ ഷെഹ്സ. ഈദ് മുബാറക്ക് പറയാം എല്ലാവരോടും. ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് ഒരാൾ ഇപ്പോൾ ഫോട്ടോ എടുക്കൽ ഷൂട്ടിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടാ. ആടെ കണ്ട കണ്ട കണ്ട. ഇഷാനി, ഈദ് മുബാറക് പറ. അങ്ങനെ അടുത്ത് പറയാം. എന്താ ചെയ്യാ. അല്ല, നമ്മളെ തറമത്തെ യങ്ങസ്റ്റ് എത്തിക്കണം ഇവിടെ. എല്ലാരും ഉണ്ട് ഇവിടെ. സെറ്റ് ഓൾഡ് ഡേയ്സ് ഉണ്ട്. നമുക്കൊരു സെൽഫി എടുത്താലെന്നാ എല്ലാരും കൂടെ കൂടി കിട്ടുന്ന സമയങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാന്നുണ്ട്. ഒരു അങ്ങനെ സായിക്കാക്ക് ഒരു സാധനം കൊടുത്തേച്ചിട്ട് ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അല്ല, ഇത് മുബാറക്. സായിക്കാക്ക സത്യം പറഞ്ഞാൽ ലുക്കിലാട്ടോ വന്നിക്കണത്. ഒന്നടിക്കൊന്ന് കാണിച്ചു കൊടുത്താല്. മൻസൂറക്ക, ഈദ് മുബാറക്, ഈദ് മുബാറക്. കെട്ടിപ്പിടിക്കട്ടെ. ഓക്കെ ഓക്കെ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. എങ്ങനെ, എന്താണ് സൈക്കൊക്കെ പറഞ്ഞത്? എന്തൊരു ഡയലോഗ് അടിച്ചത് ഇതിൻ്റെ ഇടയിൽ കൂടെ? നിക്കടാ. ഇതൊക്കെ പിന്നെ 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 പറ്റൂല, അതുകൊണ്ടാണ്. ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് നമുക്ക് കണ്ടില്ലേ ചെയ്യുന്നതായിരിക്കും. V3 നല്ല ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലുണ്ടെങ്കിൽ എടുത്തിട്ട് കാര്യമില്ല. അല്ല, ഇതാണ് നമ്മളെ V3, നമ്മളെ ആശിറിന്റെ വണ്ടി കേട്ടാ. നമ്മളതാണ് നിൽക്കുന്ന ആശിർ, നമ്മളെ ഫാസ്റ്റ് സബ്സ്ക്രൈബറാണ് ആശിർ. നമ്മളെ യൂസ് പാക്ക് വന്നിട്ടുണ്ടാ. യൂസ് പാക്ക് നമ്മൾ ഈദ് മുബാറക്ക് പറഞ്ഞിട്ടില്ല. യൂസ് പാക്ക ഇവിടെ നോക്കി. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. എങ്ങനെയുണ്ട് ഇപ്പൊ വർക്ക്? എന്തോ ബാബാക്ക് എന്തോ ചിന്ത, ഓവർ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. സുഖ. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? സുഖമാണ്. കുറെ കാലത്തിന് ശേഷം തറ മിസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഓടിക്കുമ്പോ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട. ഇത് ഇടക്കിടക്ക് വരാത്തതിന്റെ പ്രശ്നമുണ്ട്. ഈദ് മുബാറക്, ഈദ് മുബാറക്. എന്താ പെട്ടെന്ന് ഒരു ഈദ് മുബാറക് ഞാൻ കാണിച്ചു തരാം. പ്രശ്നം സദ്ദാം നൈസ് ഡേ അല്ല റൈസ് ഡേ. ഹലോ, ഈദ് മുബാറക്. എവിടെ കാണുന്നില്ലല്ലോ നമ്മള്. ഒരു പരാതി നമ്മളൊരു ഫോട്ടോ തരാൻ മര്യാദ. ഈദ് മുബാറക്, ഈദ് മുബാറക്. കുഞ്ഞോൻ. ഓക്കെ, ഞാൻ ഫോട്ടോ തരാം. വായ്. എങ്ങനെയുണ്ട് വരുന്ന പൈസ? എത്ര പൈസ ഇട്ട്? എത്ര പൈസ? 50 രൂപ. അപ്പൊ അഡ്വാൻസ് അല്ല, ഈദ് മുബാറക്. എല്ലാരോടും പറയും ഈദ് മുബാറക്. എത്തി കൂടെ പറയും ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും നല്ല ഫുഡ് കഴിച്ചിട്ടും അനൊക്കെ പറഞ്ഞു കൊടുക്ക്. നല്ല സമാധാനത്തോടെ ഫുഡ് കഴിച്ചെല്ലാരും ഒരു ഈദ് മുബാറക് പറയൂ. ഈദ് മുബാറക്. ഇഷാനി ഈദ് മുബാറക് പറയാം എല്ലാരോടും. ഒന്നുകൂടെ പറയും ഈദ് മുബാറക്. നമ്മളെ കുഞ്ഞിമാത്താന്റെ സത്യം പറഞ്ഞാൽ രാവിലെ മുതലേ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഒരു ഈദ് മുബാറക് പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും. ഈദ് മുബാറക്. എന്തായാലും നിങ്ങൾ മറ്റേ വീഡിയോകൾ കണ്ടിട്ടില്ല? ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക്. സുന്ദരിയായിട്ടുണ്ടായില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറയും ഈദ് മുബാറക്, ഈദ് മുബാറക്. പോയി വന്നാ അപ്പ അവരെല്ലാം പോയി വന്നച്ച്
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. ഭയങ്കര ചൂട് ഇന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ചൂടില്ലേ? പക്ഷെ മാക്സി ഷാള് എല്ലാം സൂപ്പർ ഇട്ടാ, അടിപൊളിയായിട്ടുണ്ട്. എന്നത്തേനെക്കാട്ടി മഞ്ചത്തി ആയിരിക്കണമെന്ന് സത്യം. ചോർന്നിട്ടില്ല. നിങ്ങള് നേരത്തെ കഴിച്ചില്ലേ ചോറ്? ഇവര് നേരത്തെ കഴിക്കട്ടെ ചോറ്. ഫാസ്റ്റ് ആണ്. നേരെ വെക്കണ പരിപാടി ഇല്ല. പെരുന്നാ ചോറ് അതാണ് അതിന്റെ ഒരു റാഹത്ത്. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പൊ അങ്ങനെ 11 മണി സമയത്ത് നമ്മളെ ഇവിടെ ആർക്കും ഇല്ലാത്തൊരു ശീലം ഉണ്ട് കേട്ടോ. ആർക്കാ നോക്കി കഞ്ഞികുടി. കുഞ്ഞിമാത്താക്ക് ഒരു കഞ്ഞികുടി ഉണ്ട്. ആർക്കും പിന്നെ ആർക്കാണ് ഇഷ്ടം കഞ്ഞികുടി? സാദിക്കാക്കും എളാപ്പാക്കും കഞ്ഞികുടി നിർബന്ധമാണ് 11 മണി സമയത്ത് അല്ലേ? ആ കഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക? ആ കഞ്ഞിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാ കഞ്ഞിക്ക്? അതാ ചോറ് ഇതാക്കണേൽ കഞ്ഞി ഉണ്ടാക്കണതാ? എങ്ങനെ ചോറ് നമ്മളിപ്പം കളിക്കൂടെ പണ്ട്. അപ്പൊ അവിടുന്ന് അതൊക്കെ അപ്പൊ സൈകാക്ക ഒരു പോക്ക. ഒരു മിനിറ്റ് എപ്പോ വരാം? കഞ്ഞി നിർത്തിയിരിക്കുന്നു. അതെ, പാലപ്പെട്ടിലെ കാത്തറാക്കാരുടെ ഇതിൽ കൂടെ സ്പെഷ്യൽ ആയിട്ട് പറയും, മോനെ സുഖാണോ ചോദിക്കണം നിങ്ങള്. എന്തായാലും മൊഞ്ചത്തി ചോദിക്കട്ടെ നിങ്ങള് സത്യമായിട്ട് പറയും. സന്ദീപ് വന്നിരിക്കുന്നു. സന്ദീപ്, ഈദ് മുബാറക് മച്ചാ. വെൽക്കം ഹബീബി. ഈദ് മുബാറക്. അർഷാദിന്റെ വീട്ടിൽ പ്രത്യേകിച്ച് ആയിക്കോട്ടെ പൊന്തിച്ചേരാം. പ്രത്യേകിച്ച് ഇന്ന് അർഷാദ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിക്കാൻ നിർബന്ധം. ഫുഡ് ഭ്രാന്തരായതിന്റെ പേരിൽ ഇത് എങ്ങനെയുണ്ട് പറയുന്നത്? പക്ഷെ ഞാൻ അങ്ങനെ തിരിച്ചിട്ട് ക്യാമറ തിരിച്ചിട്ട് നല്ല കൂടെ കേട്ടാ. അതാണ് സൂപ്പർ ബിരിയാണി. സൂപ്പർ ബിരിയാണി സൂപ്പർ. അതെ അതില്ലടോ, നമ്മളെ ഷിബി ഉണ്ട് ഇവിടെ കേട്ടാ. ഷിബി ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു. ഷിബി, ഈദ് മുബാറക്. വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. നല്ല വിശേഷങ്ങള്. പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ദുഃഖങ്ങളുടെ പെരുന്നാൾ, സന്തോഷങ്ങളില്ലേ. സഹോദരങ്ങൾക്ക് ഭക്ഷണത്തെ മുൻനിർത്തി പറയാട്ടോ. അതെ, എന്നാ കഴിക്കങ്ങള് നിറഞ്ഞൊരു വലിയ പെരുന്നാളാണ്. നമ്മളെ ചെക്കന്റെ പേര് നമ്മൾ പറഞ്ഞിരിക്കും. എന്താ പറയണ്ടേ? അതെ അതെ, അർഷ ഉണ്ടാക്കിയ ബിരിയാണി. വേറെ എന്തെങ്കിലും പറയണ്ടോ സദീപ്? അത് കളറായിട്ടാ. എങ്ങനെ എല്ലാ മസാലകളും കറക്റ്റ് ആക്കി ഇട്ടിട്ടുള്ളത്. കച്ചമ്പർ അവിടെ ഇന്ന് അവിടെ നെയ്ച്ചോറ് ചിക്കൻ കൊണ്ടാട്ടം ചമ്മന്തിയും പപ്പടം. ഓക്കെ ഓക്കെ ഓക്കെ, ആ പ്ലേറ്റ് എടുത്തരാ വായി. ഇന്നത്തെ പെരുന്നാൾക്ക് സത്യം പറയല്ലോ നമ്മുടെ വീട്ടിൽ ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ. 2 പെങ്ങന്മാരില്ല, ബാക്കി എല്ലാവരും ഇവിടെ സെറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ സാധനങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് നെയ്ച്ചോറുണ്ട്, ഇത് അച്ചാറാണ്, ഇത് ബീഫ് കറിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടുണ്ട്. ഇത് എന്താ പരിപ്പ് തോരൻ, ചമ്മന്തിയിലെ പപ്പടം ഉണ്ട്, എല്ലാം സെറ്റാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. സമാൻ ഓക്കെ അല്ലേ? ഇത് പായസം നല്ല പായസം. മുബാറക്കായിട്ട് നമ്മളെ മാമൻ എത്തിയിരിക്കുന്ന. മാമ എല്ലാരോടും ഈദ് മുബാറക്ക് വിഷ് ചെയ്താണ്. മഞ്ചനായിക്കണ്ട, അറബിക് ലുക്ക് ആയിരിക്കണ്ട രണ്ടുപേരും. ഒരു ഈദ് മുബാറക്ക് രണ്ടാൾ കൂടെ പറയും. ഈദ് മുബാറക്. സെറ്റ്, നമുക്ക് ഫോട്ടോ എടുക്കാം. സെറ്റ് ഒന്നുകൂടെ പറഞ്ഞു. സെറ്റ് മാഞ്ചി സമാഞ്ചി. അതൊക്കെ ഉണ്ട്, അതൊക്കെ കമ്പൊന്നും കാര്യമില്ല. അങ്ങ് നടന്നു വരണം. പതുക്കെ ഒന്നും കൂടെ പതുക്കെ അടക്കണോ? ഇത് വല്ല ഫാസ്റ്റ് ആയി പോയി. എന്നാണ് തിരിഞ്ഞടക്കി. ആ ഇവിടുന്ന്. ഓക്കെ റെഡി 1. പോട്ടെ കിട്ടിയ വല്ല ഫോട്ടോയും കിട്ടിയ? അതെ ഒരു ഡ്രസ്സില്ല. ഉപ്പയും ഈദ് മുബാറക്ക് പറയാൻ വന്നിട്ടില്ല കേട്ടാ. ഉമ്മ ഈദ് മുബാറക്. ഉമ്മ ഇപ്പൊ ചക്ക നോക്കുക കേട്ടോ. എന്നിട്ട് ഈദ് മുബാറക്.
ഇമ്മ അമ്മ 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 ഈദ് മുബാറക്. ഇല്ല ഞാൻ തുറന്നുള്ള പ്രശ്നമില്ല. ഇത് ഏത് ചക്കാണിത്? വരിക്ക ചക്ക. ഓക്കെ ഓക്കെ. എന്താ സനൂഫ പറയണ്ടല്ലോ. സനൂഫന്റെ ഹെയർ കട്ടിങ് അടിപൊളി. സോ ഈ വീഡിയോ എടുക്കലോട് കൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈദ് മുബാറക് ഓൾ 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 ഓൾ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം വീഡിയോ കാണട്ടോ. ബൈ ഗൈസ്. അപ്പം നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ ഇനി മുതൽ നമ്മൾ ഡെയിലി ഇടുന്നതായിരിക്കും കേട്ടോ.